ഞങ്ങളുടെ ഇഫ്താർ പരിപാടി പിന്നെ ഞങ്ങളൊരു ഫുൾ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അല്ലേ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു തൊമ്പ് തുറന്നൊരു സെറ്റപ്പൊക്കെ ചെയ്തിരിക്കണേ. ഇത് ഞങ്ങളെ സീനിയേഴ്സ് ചെയ്താണ്. അടിപൊളിയായിട്ടില്ലേ ഗൈസ്? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ പ്രിപ്പറേഷൻസ് ആണ് ഗൈസ്. ഫുൾ പരിപാടിയാണ്. ഞങ്ങള് സീനിയർ എന്താ പറ ഞങ്ങൾ മൊത്തം സീനിയേഴ്സ് ഫുൾ ഇൻവോൾവ് ആയ എല്ലാ പരിപാടിയും ഓടി നടന്ന് ചാടി നടന്നൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിലാണ്. ഞങ്ങളുടെ ആൻറ്റി അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. എടുത്തു കൊടുക്കാൻ അത് വേറെ ഇത് വേറെ. ഞങ്ങൾ ആൻറ്റീൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുൾ സീനിയേഴ്സ് ഫാൻസാ. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. അവരിത് അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ 8 മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഇരുന്ന് ഇരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ കഴിക്കണം. മമ്മൂട്ടി സമൂസ അടിപൊളിയായിരുന്നു. ആ ജ്യൂസും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ജൂനിയേഴ്സ് ശ്രദ്ധേൻ്റെ പേരെന്തായാലും ശാരദ വിമല ഹരിത. ഞങ്ങളുടെ ആദ്യത്തെ നോമ്പുതറ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം 3 കൊല്ലത്തിന് ശേഷം ആദ്യത്തെ നോമ്പുറയാണ് കഴിച്ചത്. ഞങ്ങളെ സീനിയേഴ്സ് ഞങ്ങളെ ആദ്യത്തെ നോമ്പുറനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി, സൂപ്പർ. ഇച്ചിരി വെള്ളം അതെ, ഇവരൊന്നും കഴിച്ചില്ല. ഇന്നത്തെ എല്ലാ പരിപാടിയും ഇവരാണ് എല്ലാം ചെയ്തത്. ഇവരുടെ ആദ്യത്തെ മുഖം കാണിക്കില്ല. ഞങ്ങളെ സ്വന്തം അവന്തിക്ക് ഇങ്ങോട്ട് നോക്കുന്നില്ല. അടിപൊളി പരിപാടിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ഇവര് കഴിച്ചില്ല. പിന്നെന്തായാലും എന്താന്നോട്ട് ചോദിക്കാൻ വന്നില്ല. ലാസ്റ്റത്തെ നോമ്പോറല്ലേ ഇവിടുത്തെ? എന്താ പറയാനുണ്ടോ? സന്തോഷം പോകുമ്പോ സന്തോഷ. എന്താ പറയാനുള്ളത്? എന്താണ് ഇവിടെ എല്ലാരും ഔട്ട്ഫിറ്റ് കാണിച്ചു തരാ. നോക്ക്, നിക്ക് ഗൈസ്. ഡയമണ്ടിന്റെ എല്ലാവരും ഔട്ട്ഫിറ്റ് നോക്കും ഗൈസ്. തൽക്കാലം നിമിഷത്തിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഗൈസ് മൊത്തം. ഇത് ഞങ്ങളെ സാർ, അത് ഞങ്ങളെ മാം. അവിടെ ഉള്ളത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ എന്താ പറയാ ഒരു മെയിനാണ്. ഞങ്ങൾ ആൻറ്റിയാണ്. ആൻറ്റി സുന്ദരി ആയിട്ടില്ലേ ഗൈസ്? ഹായ് ഗൈസ്. ഇത് ഞങ്ങളുടെ മെയിൻ ചേച്ചിയാണ് ഗൈസ്. എല്ലാരും പരിപാടി തിരക്കിലാണ് ഗൈസ്. ഒന്നും മിണ്ടുന്നില്ല. ജാട ഇത് ഞങ്ങളുടെ ആര്യേച്ചി എന്താ പറയാണ്ടോ? അത് പറ. ഈ വ്ലോഗ് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഓടുന്നു ഗൈസ്. പരദോഷം പറയുന്നത് എടുക്കാൻ വേണ്ടി സ്നേഹിച്ചു. ഇതെന്ത് രണ്ട് ഫോണൊന്നുമില്ല, വെറുതെ എടുക്കാം. അയ്യോ, ഇതിന്റെ അകത്ത് കുപ്പായത്തിന്റെ ലൈറ്റ് കത്തി ഗൈസ്.
ഞങ്ങളുടെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവരാണ് ഞങ്ങളുടെ എപ്പോഴും വരുന്ന കാറ്ററിംഗ്. നോമ്പ് തുറന്റെ ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ യെസ് അടിപൊളി. ഇതൊക്കെ ഒന്ന് കുറച്ച് ഉറക്കം പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. കുറച്ച് പഴുക്കാമായിരുന്നു. എല്ലാരും ഹാപ്പിയിലാണ്. ഫസ്റ്റത്തെ നോമ്പറായുണ്ടോ? അത് ശരിക്കും മുസ്ലിമായി ഗൈസ്. ഇതിനകത്താണ് പാട്ട്. 2 മാസം സീനിയേഴ്സിന് പറ്റി നിനക്ക് എന്താ പറയാ? ബഹുമാനില്ലാത്തോളാണ് ബോഡി നല്ലണ്ട് വിളിച്ചില്ല എന്തോ. അറിയില്ല ഗൈസ്, ഇത്ര നേരത്തെ തന്നെ ഫുഡ് വാങ്ങാൻ പോവാണ്. ചിക്കൻ ബിരിയാണിയാണ്. പക്ഷെ ഇത്ര നേരത്തെ തരുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഞങ്ങൾ വിചാരിച്ച് വാങ്ങിയിട്ട് എടുത്ത് വെക്കാന്നാണ് വിചാരിക്കുന്നത്. കുറച്ചൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വാങ്ങാൻ പോവാണ്. കണ്ടില്ലേ? ഞങ്ങൾ ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോമ്പ് തുറക്കെ വെക്കുന്നത്. അതും ഇത്രയും കുട്ടികൾ ഫുൾ ബാച്ച് ഒരുമിച്ച് ആദ്യമായിട്ടാണ്. ഇതിനു വേണ്ടി ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഡാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വിളിച്ചോണ്ട് ഞങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ കയ്യിൽ നിന്ന് പോയാൽ മൊത്തം തെറ്റിച്ച്. ആ ഡാൻസിന്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിനകത്തിടാം. ഗൈസ് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ ഡാൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തെറ്റിച്ച് കളിച്ചു ഗൈസ്. എല്ലാം തെറ്റിപ്പോയി. അതുകൊണ്ട് ഡാൻസ് ഒന്നും മര്യാദയ്ക്ക് വീഡിയോ എടുത്താൽ അതിൻ്റെ അകത്ത് കാണാം. ഫുള്ള് ഡാൻസ് ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് മൊത്തം തെറ്റിച്ചു ഗൈസ്. ഒന്നുപോലും തെറ്റിച്ചു ഗൈസ്. തെറ്റിച്ചത് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ തെറ്റിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാൻ? ഒരു ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് ഫുള്ള് തെറ്റിപ്പോയി. പക്ഷേ പവറായിരുന്നു. അതെ 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 അതൊന്നും പറയാനില്ല. പിന്നെ കുറേ ജൂനിയേഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അതൊന്നും വീഡിയോ എടുക്കാൻ ഫോൺ ഞങ്ങളെ കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി ഞങ്ങളൊരു ഫേവറേറ്റ് സീനിയറുണ്ട്. ആ സീനിയറിൻ്റെ അടിച്ചുപൊളി ഡാൻസ് ഉണ്ടാവും. അത് ഞങ്ങൾ വീഡിയോ എടുക്കുക. പിന്നെ ഞങ്ങളെ ജൂനിയേഴ്സും 2 ജൂനിയേഴ്സും ഡാൻസ് കളിച്ചു കഴിഞ്ഞു. പിന്നെ ഫുഡും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ബാക്കിയുള്ള കൂടെ ഉള്ളവരപ്പുറക്കാണുള്ളത്. അവിടെ ഇവിടേക്ക് ആയിപ്പോയി. ഞങ്ങൾ താഴെ ഇരിക്കുന്നത് ഗൈസ്. താഴെ എല്ലാവരും ക്ഷീണിച്ചു. ഫുഡ് കഴിച്ചു. കുറേ ആൾക്കാർ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കൂടെ ഉള്ളവർ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി അപ്പുറമാണ് കഴിച്ചു. കാണുന്നുണ്ട്. അവിടെ
പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ഡ്യൂട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം പാത്രം കഴുകുമായിരുന്നു ഞങ്ങള്. അതിന്റെയാണ് നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോൾ മയോമിയ പറഞ്ഞത് മയോമിയ കേട്ടോ. ആ മോനെ ഞാൻ അവളെ സ്നേഹത്തോടെ വിളിക്കില്ലേ. മറ്റൊരു വീഡിയോ തിന്നൊന്നും വന്നെടുക്കല്ല. അതെയോ? മതി മതി. അങ്ങനെ ഞങ്ങളുടെ ഇഫ്താർ കഴിഞ്ഞു. കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് പോലെ ഉണ്ട് ഗൈസ്. കണ്ടീഷൻ ഞാൻ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ അവസാനിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം ഇന്നത്തെ ഇഫ്താർ ഞങ്ങളുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയുക. അപ്പം കമന്റ് ചെയ്യുക. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.